Root locus. The purpose of root locus are to find the closed loop system stability, to find the range of k values for closed loop system stability, to find the k marginal and co-marginal value, to find k values for undamped, underdamped, critically damped and overdamped system, and also to find the relative stability. ഇതൊക്കെയാണ് റൂട്ട് ലോക്കസിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റൂട്ട് ലോക്കസ് എന്ന് വെച്ചാൽ, റൂട്ട് ലോക്കസിൽ രണ്ട് ടേംസ് ഉണ്ട്, റൂട്ട് ആൻഡ് ലോക്കസ് അല്ലേ. റൂട്ട് ലോക്കസ് മീൻസ് റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ലോക്കസ് മീൻസ് പാത്ത്. അപ്പം റൂട്ട് ലോക്കസ് മീൻസ് ക്ലോസ്ഡ് ലൂപ്പ് പോൾസ് പാത്ത് ബൈ വേരിയിങ് കെ ഫ്രം 0 to ഇൻഫിനിറ്റി. കെയുടെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുമ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് പോളിൻ്റെ പാത്താണ് എന്ത് റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. ഇനി റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റൂൾസ് തന്നെയാണ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റൂൾ is it's symmetrical, that is root locus is symmetric with respect to real axis. റിയൽ ആക്സിസിന് സിമെട്രിക് ആയിട്ടായിരിക്കും നമ്മുടെ റൂട്ട് ലോക്കസ് ഉണ്ടാവുക. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് റൂൾ മുതലാണ് നമ്മൾ സ്റ്റെപ്സ് ചെയ്തു തുടങ്ങുന്നത്. ഫസ്റ്റ് ലോക്കസ്, ടോട്ടൽ റൂട്ട് ലോക്കസിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റൂട്ട് ലോക്കസ് ബ്രാഞ്ചസ് ഈക്വൽ ടു മാക്സിമം ഓഫ് പി കോമ ഇസഡ്. അപ്പോൾ പി എന്താണെന്ന് അറിയണം, ഇസഡ് എന്താണെന്ന്. പി ഇസ് ദ നമ്പർ ഓഫ് പോൾസ് ആൻഡ് ഇസഡ് ഇസ് ദ നമ്പർ ഓഫ് സീറോസ്. Third rule is total number of asymptotes, which is equal to capital N, which is equal to P minus Z. Pole minus zeros ആണ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് തീറ്റ ഇസ് ഈക്വൽ ടു 2q plus 1 into 180 divided by n or P minus Z. അതിനുശേഷം റൂൾ 5, we have to calculate centroid of the asymptotes. That is sigma, which is equal to real part of summation of real part of poles minus summation of real part of zeros divided by n or P minus Z. Equations ഒക്കെ പഠിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. Rule 6 is we have to find breakaway points. The point at which root locus branches leave the real axis. Real axisൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന പോയിന്റാണ് breakaway point എന്ന് പറഞ്ഞത്. Rule number 7, in this we have to calculate intersection on imaginary axis. അതിന് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. ബ്രേക്ക്അവേ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യണം. കെ എന്ന് പറയുന്ന പോളിനോമിയൽ കണ്ടുപിടിക്കണം. ഡി കെ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു 0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എസിൻ്റെ വാല്യൂസ് ആണ് ബ്രേക്ക്അവേ പോയിന്റ്സ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അതേപോലെ തന്നെ ഇന്റർസെക്ഷൻ പോയിന്റ് ടു ഇമാജിനറി ആക്സിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അഗെയിൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിന്ന് മാർജിനൽ സ്റ്റേബിൾ സിസ്റ്റത്തിന് കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ദെൻ സെക്കൻഡ് ഓർഡർ റൂത്ത് അറേയിൽ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. കെയുടെ ഇവിടെ കണ്ടുപിടിച്ച കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റർസെക്ഷൻ ടു ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കാം. ലാസ്റ്റ് റൂളാണ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഓർ അറൈവൽ. അത് കോംപ്ലക്സ് പോൾസ് ഉണ്ടെങ്കിലാണ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഓർ അറൈവൽ വിച്ച് ഇസ് ഈക്വൽ ടു 180 മൈനസ് 5 ആണ്. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ 180 മൈനസ് 5, ആംഗിൾ ഓഫ് അറൈവൽ 180 പ്ലസ് 5. 5 എന്താണ്, വിച്ച് ഇസ് ദ സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ് മൈനസ് സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ സീറോസ്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ റൂൾസ് എല്ലാം ക്ലിയർ ആവും. ഫസ്റ്റ് വൺ, sketch the root locus of the system whose open loop transfer function is g of s is equal to k divided by s into s plus 1 into s plus 5. ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് ടു സ്കെച്ച് ദ റൂട്ട് ലോക്കസ് ഓഫ് ദ സിസ്റ്റം. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഒബ്റ്റെയിൻ ദ ലോക്കസ് പോയിന്റ് കണ്ടുപിടിക്കണം. ലോക്കസ് കണ്ടുപിടിക്കാൻ വേണ്ടി വിച്ച് ഇസ് ഈക്വൽ ടു ലോക്കസ് എന്തായിരുന്നു, മാക്സിമം ഓഫ് പി കോമ ഇസഡ് ആണ്. നമ്പർ ഓഫ് പോൾസ് ആൻഡ് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുക. ഇതിൽ മാക്സിമം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പോൾസ് എങ്ങനെ കിട്ടും, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോൾസും ന്യൂമറേറ്റർ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറോസ് നമുക്ക് കിട്ടും. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എസ് ഇസ് ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു -1, എസ് ഇസ് ഈക്വൽ ടു -5. അത് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമ്പർ ഓഫ് സീറോസ് ഉണ്ടോ, എസിന്റെ ടേംസ് ഉണ്ടോ, ഇല്ല. സോ ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇത് രണ്ടിലും മാക്സിമം വാല്യൂ എത്രയാണ്, 3. അപ്പോൾ എത്ര ബ്രാഞ്ച് ഉണ്ട് റൂട്ട് ലോക്കസിന്, 3 ബ്രാഞ്ചസ് ഉണ്ട്.
ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ട് ലോക്കസ് വരാൻ പോസിബിൾ ആയിട്ടുള്ള റീജിയൻ ഫസ്റ്റ് മാർക്ക് ചെയ്തിടണം. അതിനുവേണ്ടി ഒരു റിയൽ ആക്സിസ് ഇമാജിനറി ആക്സിസ് വരയ്ക്കുന്നു, എസ്പ്ലെയിൻ മാർക്ക് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാ പോൾസും സീറോസും മാർക്ക് ചെയ്യാം. പോൾസ് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്മോൾ ക്രോസ് ലൈനും സീറോസ് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്മോൾ സീറോയുമാണ് നമ്മളുടെ റൂട്ട് ലോക്കസ് പ്ലോട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, പോൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്മോൾ ക്രോസ് ഇട്ടിട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. സീറോസ് മാർക്ക് ചെയ്യാൻ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീറോസ് മാർക്ക് ചെയ്യുന്നത് സ്മോൾ സർക്കിൾ ഇട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോൾസ് മാത്രമേ ഉള്ളൂ. എസ് ഇസ് ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു -1, എസ് ഇസ് ഈക്വൽ ടു -5 മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ലോക്കസ് വരാൻ പോസിബിൾ ആയിട്ടുള്ള റീജിയൻ മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് മൂവ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഒരു പോളിലെത്തുന്നു, ഒരു പോയിന്റിലെത്തുന്നു. അത് പോളാവാം, സീറോ ആവാം. ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ, ഒറ്റ പോൾസും സീറോസും ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല, റൂട്ട് ലോക്കസിന്റെ പാർട്ട് അല്ല. ഇനി ഈ പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് വരുന്നു, -1ന്റെ പോയിന്റിലെത്തുന്നു. -1ന്റെ പോയിന്റ് മുതൽ 0 വരെയുള്ള റീജിയൻ റൂട്ട് ലോക്കസിന്റെ പാർട്ടാണോ നോക്കണം. അതായത് ഇതിന്റെ ഈ ഓരോ പാർട്ടുകളും നമ്മൾ പോൾസും സീറോസും മാർക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഓരോ പാർട്ടുകളും നമ്മുടെ റൂട്ട് ലോക്കസിന്റെ പാർട്ടാണോ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് എത്രയാണ്, 1 ആണ്. 1 ഓഡ് ആയതുകൊണ്ട് ഇതെന്താണ്, റൂട്ട് ലോക്കസിന്റെ ഈ ഇത്രയും പോർഷൻ റൂട്ട് ലോക്കസിന്റെ പാർട്ടാണ്. അത് കഴിഞ്ഞ് ഈ ഒരു പോർഷനിൽ വരുന്നു. ഈ ഒരു പോർഷനിൽ വന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ്, ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് രണ്ടും ആഡ് ചെയ്യും. സോ ഇവിടെ 1 and 2 ഈവൺ ആണ്. ഈവൺ ആയതുകൊണ്ട് ഇതെന്തല്ല, റൂട്ട് ലോക്കസിന്റെ പാർട്ട് അല്ല. അത് കഴിഞ്ഞ് ഈ അടുത്തൊരു പോർഷൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് 1, 2, 3 എന്താണ്, റൂട്ട് ലോക്കസിന്റെ പാർട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഈ റീജിയൻ എന്താണ്, റൂട്ട് ലോക്കസിന്റെ പാർട്ടാണ്. അതായത് ഈ റീജിയനിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഉണ്ട് നോക്കുക. അതാണ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇനി എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്സ് ഇത് മാർക്ക് ചെയ്തിടണം. ഇത് ഒരു കളറിൽ ഏതെങ്കിലും ഒരു കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ച് അത് മാർക്ക് ചെയ്തിടാം. അതിനുശേഷം ഐഡന്റിഫൈ ദ നമ്പർ ഓഫ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അസിംപ്റ്റോട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അസിംപ്റ്റോട്ട്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു n is equal to p minus z ആണ്, which is equal to 3. അതായത് പോൾസ് മൈനസ് സീറോസ് 3 കിട്ടി. സ്റ്റെപ്പ് 3 ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിക്കുക. തീറ്റ ഇസ് ഈക്വൽ ടു 2³ + 1 × 180 ഡിവൈഡഡ് ബൈ n ആണ്. 2³ + 1 × 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ n. n എത്രയാണ്, 3 ആണ്. q which is varies from 0 to n-1. n 3 ആണെങ്കിൽ qയുടെ വാല്യൂ 0, 1, 2 ആയിരിക്കും. n-1 വരെ വേരി ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്ത് കിട്ടും, ഫസ്റ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 60 ഡിഗ്രി കിട്ടും, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 180 കിട്ടും, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 300 കിട്ടും. n 3 ആണെങ്കിൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും ആംഗിൾസ്, 60ഉം 180ഉം അതേപോലെ 300ഉം ആയിരിക്കും. ഇനി അടുത്തത് എന്ത് ചെയ്യണം, സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്ട്സ് ഇസ് ഈക്വൽ ടു, നൊട്ടേറ്റ് ചെയ്യുന്നത് സിഗ്മയാണ്, സമ്മേഷൻ റിയൽ പാർട്സ് ഓഫ് പോൾസ് മൈനസ് സമ്മേഷൻ റിയൽ പാർട്സ് ഓഫ് സീറോസ് ബൈ n ആണ്. റിയൽ പാർട്ട് ഓഫ് പോൾസ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് കോംപ്ലക്സ് പോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇവിടെ പോൾസ് ഏതൊക്കെയാണ്, 0ഉം -1ഉം അതേപോലെ തന്നെ 0, -1, -5. 0, -1, -5 എല്ലാം കൂടെ സം ചെയ്യുന്നു, -6 കിട്ടുന്നു. മൈനസ് സീറോസ് ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ 3 2 എന്ന് കിട്ടുന്നു. അപ്പോൾ അസിംപ്റ്റോട്ട്സിനെ റിലേറ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്സുകളാണ്. നമ്പർ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം, ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം, സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം. അസിംപ്റ്റോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് ലോക്കസ് പോകാൻ വേണ്ടി, റൂട്ട് ലോക്കസ് വരയ്ക്കുന്ന അല്ലെങ്കിൽ റൂട്ട് ലോക്കസ് മൂവ് ചെയ്യുന്ന പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതായത് അതിൻ്റെ പാത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അസിംപ്റ്റോട്ട്സ് എന്ന് പറഞ്ഞ് തരിക. അപ്പം അസിംപ്റ്റോട്ട്സ് നമ്മൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും, സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്ട്സ് -2 പോയിന്റ് മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് ആംഗിൾ ഏതൊക്കെയാണ്, -60 ഡിഗ്രി, 180 ഡിഗ്രി, 300 ഡിഗ്രി. ഇതിൽ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ വെച്ചിട്ട് ഓരോ ലൈൻ വരച്ചിട്ട് ഈ അസിംപ്റ്റോട്ട്സ് വേറെ കളറിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് റൂട്ട് ലോക്കസും അസിംപ്റ്റോട്ട്സും തമ്മിൽ കൺഫ്യൂഷൻ ആവില്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, റൂട്ട് ലോക്കസ് വരയ്ക്കണം.
റൂട്ട് ലോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ലോക്കസ് വരാൻ പോസിബിൾ ആയിട്ടുള്ള റീജിയൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0യ്ക്കും -1ൻ്റെയും ഇടയിൽ, അതേപോലെ തന്നെ -1നും ഇൻഫിനിറ്റിയുടെയും ഇടയിലാണ് നമ്മുടെ റൂട്ട് ലോക്കസ് ഉള്ളത്. നമുക്ക് റൂട്ട് ലോക്കസ് എത്ര റൂട്ട് ലോക്കസ് ഉണ്ട്? ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നു 3 ആണെന്ന് പറഞ്ഞിരുന്നു. റൂട്ട് ലോക്കസ് എത്രയാണ്? നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് 3 ആണ്. അപ്പോൾ 3 റൂട്ട് ലോക്കസ് എവിടെ നിന്ന് കിട്ടും? ഈ റൂട്ട് ലോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട്സ് ഫ്രം പോൾസ്. എല്ലാ റൂട്ട് ലോക്കസും പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. തിയറി പ്രകാരം ഇറ്റ് വിൽ എൻഡ്സ് അറ്റ് സീറോസിൽ എൻഡ് ചെയ്യണം. എല്ലാ റൂട്ട് ലോക്കസും പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സീറോസിൽ എൻഡ് ചെയ്യും. സീറോസ് ഇല്ല എങ്കിൽ ഇറ്റ് വിൽ എൻഡ്സ് അറ്റ് ഇൻഫിനിറ്റി. അതെവിടെ എൻഡ് ചെയ്യും? ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യും. ഇപ്പം നമുക്ക് 3 റൂട്ട് ലോക്കസ് ഉണ്ടെന്ന് പറഞ്ഞു. 3 റൂട്ട് ലോക്കസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോൾസിൽ നിന്നായിരിക്കും. എവിടെ നിന്നൊക്കെ? 0യിൽ നിന്നും -1ൽ നിന്നും -5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. എവിടെ എൻഡ് ചെയ്യണം? സീറോസിൽ എൻഡ് ചെയ്യണം എന്നാണ് തിയറി. പക്ഷെ ഇവിടെ നമുക്ക് ഒറ്റ സീറോസും ഇല്ലാത്തത് കൊണ്ട് ഈ 3 റൂട്ട് ലോക്കസും എവിടെ എൻഡ് ചെയ്യും? ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യണം. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇവിടെ കാണാം, -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 2 എണ്ണം എന്ത് ചെയ്യും? ഒന്ന് 0യിൽ നിന്നും ഒന്ന് -1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. അത് എൻഡ് ചെയ്യണം. എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിൽ. ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യാൻ പോകുന്ന ഡയറക്ഷനാണ് നമുക്ക് ഈ അസിംപ്റ്റോട്സ് തരുന്നത്. അപ്പോൾ ഈ 0യിൽ നിന്നും -1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമുക്ക് അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബ്രേക്ക് അവേ പോയിന്റ്, ഈ 0യ്ക്കും -1ൻ്റെയും ഇടയിൽ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് അടുത്ത സ്റ്റെപ്പ് ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളുടെ g(s), h(s) വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ കാണും? 1 + g(s) × h(s) = 0. അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ 1 + g(s) × h(s) 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. 0യ്ക്ക് ഇക്വേറ്റ് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അടുത്ത സ്റ്റെപ്പിൽ വേണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്ന് വാട്ട് ഈസ് കെ എന്താണെന്ന് പറഞ്ഞെടുത്തിരുന്നു. കെയുടെ വാല്യൂ -(s³ + 6s² + 5s) എന്ന് കിട്ടും. ദെൻ ഡെറിവേറ്റീവ് എടുക്കണം. dk/ds = 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. അതിനുശേഷം കാൽക്കുലേറ്റർ വെച്ചിട്ട് എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇത് മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ അതുപോലെ ചെയ്യണം. ഇതാണ് സ്റ്റെപ്സ്. എങ്ങനെ ചെയ്യണം? ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ദാറ്റ് ഈസ് 1 + g(s) × h(s) = 0. എന്നിട്ട് അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ദെൻ കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. കെ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. dk/ds = 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. ദെൻ വാട്ട് ഈസ് എസ് എന്നുള്ളതാണ് നമ്മളുടെ ബ്രേക്ക് അവേ പോയിന്റ്സ് എന്ന് കിട്ടുന്നത്. അപ്പോൾ 2 ബ്രേക്ക് അവേ പോയിന്റ്സ് ഇവിടെ കിട്ടി. -0.47 ഉം -3.57 ഉം. ഇതിലേത് വാലിഡ് ആവുള്ളൂ? -0.47 0യ്ക്കും -1നും ഇടയിലാണ്. അടുത്തത് ഏതാണ്? -3.57 ആണ്. -3.57 ഇതിൻ്റെ ഇടയിലായിരിക്കും. ഇത് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടല്ല. അതുകൊണ്ട് ഏത് മാത്രമാണ് വാലിഡ് പോയിന്റ്? -0.47 ആണ് വാലിഡ് പോയിന്റ്. ഇനി അപ്പം നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് -0.47ൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പോകണം? അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ഈ ഇമാജിനറി ആക്സിസിലൂടെ വേണം അത് പാസ് ചെയ്ത് പോകാൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇമാജിനറി ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുമ്പം ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഇൻ്റർസെക്ഷൻ വിത്ത് ഇമാജിനറി ആക്സിസ്. അതിനും പ്രൊസീജിയർ ഉണ്ട്. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക. ഈ മൊഡ്യൂളിൽ തന്നെ പഠിച്ച റൗത്ത് അറേ വെച്ച് റൗത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. റൗത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഫോർ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് 3 മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് കോളം ഓഫ് റൗത്ത് അറേ 0 ആയിരിക്കണം. ഫസ്റ്റ് കോളം ഓഫ് ദ റൗത്ത് അറേയിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആവണം. ഇവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 30 - k/6 = 0 എന്നുള്ളതാണ്. സോ ഇതിൽ നിന്ന് കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നത്? s³ + 6s² + 5s + k = 0. 1 + g(s) × h(s) = 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യണം. റൗത്ത് അറേ എങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തത്? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പവർ, എസിൻ്റെ പവർ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. s⁻³ s², s⁻1 s0. s⁻3യുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1, അത് മാർക്ക് ചെയ്തു. s²ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 6 മാർക്ക് ചെയ്തു. ദെൻ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത് ചെയ്യുക? ഇവിടെ മാർക്ക് ചെയ്യുക 5. ദെൻ k എവിടെ മാർക്ക് ചെയ്യുക? ഇവിടെ മാർക്ക് ചെയ്യാം.
അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഒന്നിട വിട്ട് എഴുതുക. 1 ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് ഇവിടെ എഴുതുന്നു, സെക്കൻഡ് എഴുതില്ല, തേർഡ് ഇവിടെ എഴുതുന്നു. ദെൻ 6 എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ഇവിടെ എഴുതുന്നു, ദെൻ കെ ഇവിടെ എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം, റൗത്ത് അറയിൽ അടുത്ത റോ കിട്ടാൻ വേണ്ടിയിട്ട് 6 × 5 30 മൈനസ് 1 × k by 6 30 മൈനസ് k by 6. ദെൻ അടുത്ത ചെയ്യാൻ നമുക്കില്ല, 6 × 0 അടുത്ത ടേം നമുക്കില്ല, അത് കാരണം ചെയ്യാനില്ല. ഇനി ഇതെങ്ങനെ കിട്ടും, s raised to 0യുടെ പവർ എന്ത് കിട്ടും, 30 മൈനസ് k by 6 × k ഡിവൈഡഡ് ബൈ 6 × 0 by k. ഇവിടെയുള്ള ടേം 0 ആണെങ്കിൽ ഈ k തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ വരിക. അങ്ങനെ റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യുന്നു. റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 30 മൈനസ് k by 6 is equal to 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ നിന്ന് ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതാം, 6s² + k = 0. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 6s² = -30 കിട്ടും. s ± √−5. സോ ±j2.2 നമുക്ക് കിട്ടി. അപ്പോൾ ഫൈനൽ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം, ബ്രേക്ക് എവേ പോയിന്റ് 0യ്ക്കും -1നും ഇടയിൽ ബ്രേക്ക് എവേ പോയിന്റ് കണ്ടുപിടിച്ചിരുന്നു. ദാറ്റ് വാല്യൂ -0.47 നിന്ന് ബ്രേക്ക് ചെയ്തു. അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് റൂട്ട് ലോക്കസ് മൂവ് ആവണം. അതെങ്ങനെ മൂവ് ആവും, ഇത് മൂവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇമാജിനറി ആക്സിസിൽ ഇൻ്റർസെക്ഷൻ ഉണ്ട്. സോ അത് ഏത് പോയിൻ്റാണ്, 2.2 എന്ന് പറയുന്ന പോയിൻ്റാണ്, J2.2 ആണ്. +J2.2 -J2.2 മാർക്ക് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റിയിലേക്ക് അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് പോകാം. ഇതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ലോക്കസ് ശ്രദ്ധിക്കുക. റൂട്ട് ലോക്കസ് എത്ര റൂട്ട് ലോക്കസ് ഉണ്ടെന്ന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, മാക്സിമം ഓഫ് P, Z ആണ്. അപ്പം ഈ പ്രോബ്ലത്തിൽ 3 പോൾസ് ആണുള്ളത്. പോൾസിൻ്റെ നമ്പർ 3 ആണ്. സോ 3 റൂട്ട് ലോക്കസ് ഉണ്ടാവും. 3 റൂട്ട് ലോക്കസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, റൂട്ട് ലോക്കസ് പോൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, സീറോസിൽ എൻഡ് ചെയ്യണം എന്നാണ് ബേസിക് കോൺസെപ്റ്റ്. സീറോസ് ഇല്ലെങ്കിൽ അത് എവിടെ എൻഡ് ചെയ്യും, ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യും. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു സീറോയും ഇല്ല, അതുകൊണ്ട് തന്നെ 3 റൂട്ട് ലോക്കസും ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യണം. ഒന്ന് -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അടുത്തത് 0ൽ നിന്നും -1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യണം, നമുക്കിത് ബ്രേക്ക് ചെയ്തിട്ട് അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അതിന് ബ്രേക്ക് എവേ പോയിന്റും കണ്ടുപിടിച്ചു. ഈ ഡയറക്ഷനിൽ പോകുമ്പം ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസും കണ്ടുപിടിക്കണം, അതും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഹാസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. g of s is equal to k divided by s into s plus 2 into s plus 8. Sketch the root locus. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ചെറിയ കോൺസ്റ്റന്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ലോക്കസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പോൾസും നമ്പർ ഓഫ് സീറോസും കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് പോൾസ് എന്ത് വരും, s is equal to 0, s is equal to -2, s is equal to -8. നമ്പർ ഓഫ് സീറോസ് ഒന്നും തന്നെ ഇല്ല, സോ 0. ഇനി എന്ത് ചെയ്യണം, നമുക്ക് റൂട്ട് ലോക്കസ് വരാൻ പോസിബിൾ ആയിട്ടുള്ള റീജിയൻസ് മാർക്ക് ചെയ്തിടുക. എങ്ങനെയാണ്, ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ട് ലോക്കസിൻ്റെ പാർട്ടല്ല. ഈ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒന്നാണ്, ഒന്ന് ഓഡ് ആയതുകൊണ്ട് ഇത് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടാണ്. ഈ റീജിയനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് 2 ആണ്, അതുകൊണ്ട് ഇത് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടല്ല. ഈ റീജിയനിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് 1, 2, 3, 3 ഉണ്ട്. സോ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എന്താണ്, റൂട്ട് ലോക്കസിൻ്റെ പാർട്ടാണ്. അസിംപ്റ്റോട്സ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ N is equal to P minus Z, അത് 3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആംഗിൾസ് സെയിം തന്നെയായിരിക്കും, 60 ഡിഗ്രി, 180 ഡിഗ്രി, അതേപോലെ 300 ഡിഗ്രി. ഇനി സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കും, സമ്മേഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് പോൾസ്, ഇതിൻ്റെ റിയൽ പാർട്സ് എന്ന് പറയുമ്പോൾ -10 കിട്ടും, ഡിവൈഡഡ് ബൈ മൈനസ് സീറോസ് ഇല്ല, ഡിവൈഡഡ് ബൈ 3. സോ -3.3 എന്ന് കിട്ടും. -3.3 എവിടെ കിട്ടും, -3 കഴിഞ്ഞിട്ട് 3.3ൽ മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്സ് കണ്ടുപിടിച്ചു. ദെൻ സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അസിംപ്റ്റോട്സ് വരയ്ക്കാം. അസിംപ്റ്റോട്സ് -3.3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. -60, -180, -300 60 60, 180, 300 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിടുക. അത് ഒരു കളറിലെ അസിംപ്റ്റോട്സ് മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ബ്രേക്ക് എവേ പോയിന്റ്സ് കണ്ടുപിടിക്കണം. 0ലും -2ലും ഉള്ള പോൾസ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 + g of s into h of s is equal to 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. സോൾവ് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് വോട്ട് ഇസ് k
എന്നുള്ളത് കണ്ടുപിടിക്കുക, കെയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ എസിൻ്റെ വാല്യൂസ് ബ്രേക്ക് അവേ പോയിന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ -0.926 അത് നമുക്ക് കറക്റ്റായിട്ട് വാലിഡ് ബ്രേക്ക് അവേ പോയിന്റ് കിട്ടും. -5 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വാലിഡ്, അതായത് നമ്മുടെ റൂട്ട് ലോക്കസിൻ്റെ പാർട്ട് അല്ലാത്ത പ്ലേസിലാണ് -5 വരുന്നത്. അത് അവോയ്ഡ് ചെയ്യുക. ഇനി ഇവിടെ നമുക്കറിയാം, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മളുടെ റൂട്ട് ലോക്കസ് സ്പ്ലിറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്തതിന് ശേഷം അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മളിവിടെ കണ്ടുപിടിച്ച ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുന്നു. s³ + 10s² + 16s + k = 0. അതിൽ നിന്ന് റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യുന്നു. s³ s² s⁻1 s⁻0. s³ കോഎഫിഷ്യൻറ്റ് 1, then 10 എന്ത് ചെയ്യും, s² കോഎഫിഷ്യൻ്റ് എഴുതും, then 16, then k എഴുതുന്നു. 10 × 16 -k/10 ആയിരിക്കും ഈ വാല്യൂ. ഇവിടെ k ആയതുകൊണ്ട് ഈ വാല്യൂ എന്തായിരിക്കും, k ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം കൺസിഡർ ചെയ്യുക. മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം ആണെങ്കിൽ ഫസ്റ്റ് കോളം ഓഫ് റോത്ത് അറേയിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് 160 - k/10 = 0 ആവുക എന്നുള്ളതാണ്. കെയുടെ വാല്യൂ 160 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ സെക്കൻഡ് ഓർഡർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ എഴുതണം, ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതെങ്ങനെ എഴുതും, 10s² + k = 0 ആണ്. കെയുടെ വാല്യൂ 160 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എസിൻ്റെ വാല്യൂ ±j4 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് അവേ പോയിന്റ് -0.26 ബ്രേക്ക് ചെയ്തു. ഏതിലേക്കൂടെ പാസ് ചെയ്ത് പോകണം, ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് +4jയും -4jയിലൂടെ പാസ് ചെയ്ത് അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ 3 റൂട്ട് ലോക്കസ് ഉണ്ട്. ഒരു റൂട്ട് ലോക്കസ് -0.8 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് എൻഡ് ചെയ്യുന്നു, ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യുന്നു. അടുത്ത രണ്ടെണ്ണം എന്ത് ചെയ്യുന്നു, 0യിൽ നിന്നും -2ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു, -0.926 നിന്ന് ബ്രേക്ക് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് ആയ +or-4jയിലൂടെ കൂടി അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, g of s is equal to k into s plus 6 divided by s into s plus 1 into s plus 2. ഇവിടെ എന്തുണ്ട്, നമുക്കൊരു 0 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. നമ്പർ ഓഫ് പോൾസ് കണ്ടുപിടിക്കുക, 3 ആണ്. നമ്പർ ഓഫ് സീറോസ് 1 ആണ്. അപ്പം എത്ര റൂട്ട് ലോക്കസ് ഉണ്ട്, മാക്സിമം ഓഫ് p, z ആണ്. അതായത് നമുക്ക് 3 എന്ന് തന്നെ കിട്ടും. ഇനി നമ്പർ ഓഫ് അസിംപ്റ്റോട്സ് എത്രയായിരിക്കും, പക്ഷേ n is equal to p minus z ആണ്. അപ്പോൾ 3 - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താവും 2 ആവും. അപ്പോൾ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സും സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്സും അതിനനുസരിച്ച് മാറും. ആംഗിൾ അസിംപ്റ്റോട്സ് എന്തായിരിക്കും, ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ആണെങ്കിൽ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് ചെയ്യുമ്പം എപ്പോഴും എന്ത് കിട്ടും, 90 ഡിഗ്രിയും അതേപോലെ 270 ഡിഗ്രിയും ആയിരിക്കും. ഇനി സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിയൽ പാർട്ട് ഓഫ് പോൾസും ഉണ്ട് സീറോസും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സമ്മേഷൻ ഓഫ് റിയൽ പാർട്സ് ഓഫ് പോൾസ് മൈനസ് സമ്മേഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് സീറോസ് കൂടെ ചെയ്യണം, ഡിവൈഡഡ് ബൈ n2. അപ്പം 1.5 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ അസിംപ്റ്റോട്സ് വരയ്ക്കണം. അസിംപ്റ്റോട്സ് വരയ്ക്കാൻ വേണ്ടി +1.5, മറ്റേ രണ്ട് പ്രോബ്ലത്തിൽ മൈനസിലായിരുന്നു. ഇവിടെ +1.5ൽ നിന്നും ആംഗിൾ എത്രയാണ് കിട്ടിയത്, 90 ഡിഗ്രിയും അതേപോലെ തന്നെ 270 ഡിഗ്രിയും. 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലും നമ്മൾ എന്ത് ചെയ്യുക, അസിംപ്റ്റോട്സ് റെഡ് കളറിൽ വരയ്ക്കുക, ഏതെങ്കിലും ഒരു കളറിൽ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ ഇതിനൊന്ന് അനലൈസ് ചെയ്യണം. റൂട്ട് ലോക്കസ് നമുക്ക് എത്രയാണെന്നാണ് കിട്ടിയത്, 3 റൂട്ട് ലോക്കസ് ഉണ്ട്. ഒരു റൂട്ട് ലോക്കസ് ടോട്ടൽ നമ്പർ ഓഫ് പോൾസും സീറോസും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഒരു റൂട്ട് ലോക്കസ് നിങ്ങൾക്ക് കാണാം ഇവിടെ സീറോസ് ഉണ്ട് അല്ലേ, -6 എന്ന് പറയുന്ന ഒരു 0 കിട്ടിയത് കൊണ്ട് നമ്മുടെ റൂട്ട് ലോക്കസിൻ്റെ തിയറി പ്രകാരം എല്ലാ റൂട്ട് ലോക്കസും പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എവിടെ എൻഡ് ചെയ്യും, സീറോസിൽ എൻഡ് ചെയ്യും. ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, -2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് -6ൽ എൻഡ് ചെയ്യുന്നത് കാണാം ഒരു റൂട്ട് ലോക്കസ്. അടുത്തത് രണ്ടെണ്ണം എന്ത് ചെയ്യണം, ഒരെണ്ണേ നമുക്ക് 0ൽ എൻഡ് ചെയ്യാനുള്ളൂ. അടുത്തത് രണ്ടെണ്ണം എങ്ങോട്ട് തന്നെ പോകണം, ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകണം. അപ്പോൾ 0യും -1ൽ നിന്നും അത് ബ്രേക്ക് ചെയ്ത് അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ അത് എന്ത് ചെയ്യണം, ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ബ്രേക്ക് അവേ പോയിന്റും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ബ്രേക്ക് അവേ പോയിന്റ് സെയിം പ്രൊസീജിയർ 1 + g of s × h of s is equal to 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് k എന്താണെന്ന് എഴുതുന്നു, dk/ds is equal to 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. എസിൻ്റെ വാല്യൂസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് -8 പോയിന്റ് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടല്ല, -0.44 ഓക്കെ, അത് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടാണ്. -1.6
0 -1.60 ഇത് വരും, ഈ ഒരു പ്ലേസിൽ വരും, അതും റൂട്ട് ലോക്കസിൻ്റെ പാർട്ടല്ല. റൂട്ട് ലോക്കസിൻ്റെ പാർട്ടാണോ എന്ന് എങ്ങനെയായിരുന്നു നോക്കുന്നത്? നമ്മൾ ആദ്യം ലൈൻ വരയ്ക്കുന്നു, ടോട്ടൽ നമ്പർ ഓഫ് എല്ലാ പോൾസും സീറോസും മാർക്ക് ചെയ്യുന്നു, ഓരോ പാർട്ട് കൺസിഡർ ചെയ്യുന്നു, അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുക, റൈറ്റ് സൈഡിലേക്കുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഓഡ് ആണെങ്കിൽ അത് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടാണ്. അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് 1 ആണ്, ഇത് മാത്രമേ ഉള്ളൂ. സോ ഇത് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടാണ്. ഈ ഒരു റീജിയനിൽ നോക്കുമ്പോൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ എന്താണ്, 2 എണ്ണം ഉണ്ട് അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് 2 എണ്ണം ഉള്ളതുകൊണ്ട് ഇത് റൂട്ട് ലോക്കസിൻ്റെ പാർട്ടല്ല. ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോഴോ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് 1, 2, 3, 3 ഉണ്ട്. 3 എന്ന് പറയുന്നത് ഓഡ് ആയതുകൊണ്ട് ഇതെന്താണ്, റൂട്ട് ലോക്കസിൻ്റെ പാർട്ടാണ്. ഈ ഒരു റീജിയൻ നോക്കുമ്പോഴോ റൈറ്റിലേക്ക് നോക്കുമ്പോൾ 1, 2, 3, 4 ഈവൺ ആയതുകൊണ്ട് ഇതെന്തല്ല, റൂട്ട് ലോക്കസിൻ്റെ പാർട്ടല്ല. അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ അത് മനസ്സിലാവണം, എന്നാലേ നമുക്കത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എവിടെ നിന്നാണ് ബ്രേക്ക് വേ പോയിന്റ്? 0.44ൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തതിന് എന്ത് ചെയ്യണം, അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യുന്നു. റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് s³ s² s⁻1 s⁻0 എഴുതുന്നു. s³ കോഎഫിഷ്യൻ്റ് ഇവിടെ എഴുതുന്നു, s² കോഎഫിഷ്യൻ്റ് താഴെ എഴുതുന്നു. s × 2 + k ഇവിടെ എഴുതുന്നു, k 6k ഇവിടെ എഴുതുന്നു. ഇനി this into this -1 × 6k/3 എഴുതുക. ദെൻ ഇവിടെ 6k ആയതുകൊണ്ട്, ഇവിടെ 0 ആയതുകൊണ്ട് 6a വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് എന്താണ്, ഓക്സിലറി ഇക്വേഷൻ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം കിട്ടാൻ വേണ്ടി 2 - k = 0 ആണ്. കെയുടെ വാല്യൂ 2 കിട്ടും. ഇനി എന്ത് ചെയ്യണം, സെക്കൻഡ് ഓർഡർ സിസ്റ്റം എഴുതണം. സെക്കൻഡ് ഓർഡർ സിസ്റ്റം എഴുതും, 3s² + 6k = 0 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക, കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. +or-j2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ -0.44ൽ നിന്ന് അത് ബ്രേക്ക് ചെയ്തു, +or-2j മാർക്ക് ചെയ്യുക, ഇൻ്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ്. അതുവഴി എന്ത് ചെയ്യണം, നമ്മളുടെ അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകണം. 90ലും 270 ആംഗിളിൽ വേണം എന്ത് ചെയ്യാൻ, റൂട്ട് ലോക്കസ് ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ g(s) = k / s × s² + 4s + 30 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, ഒരു കോംപ്ലക്സ് പോളാണ്. സീറോസ് ഒന്നും തന്നെ ഇല്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ കോംപ്ലക്സ് പോളാണ്. കോംപ്ലക്സ് പോൾ വരുന്ന സമയത്ത് വരുന്ന ഇതാണ് പ്രൊസീജിയർ സെയിം തന്നെയാണ്. കോംപ്ലക്സ് പോൾ വരുമ്പം നമുക്ക് എന്ത് കിട്ടും, അതിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ട്. അതുകൊണ്ട് അതെന്തായിരിക്കും, റിയൽ ആക്സിസിലായിരിക്കില്ല ആ പോൾ ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെ അപ്പോൾ ആ പോൾ നമുക്ക് എന്ത് ചെയ്യണം, എഗെയിൻ ഇതേപോലെ അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് ഏത് ആംഗിളിൽ ഡിപ്പാർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് വരും, ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് വരും, ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടെ ഇതിനകത്ത് വരും. പക്ഷേ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ പഠിക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച് കാണുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, സ്റ്റെപ്സ് നമ്പർ ഓഫ് പോൾസ് കണ്ടുപിടിക്കൽ തന്നെയാണ്. സോ s = 0, s = -2 + 3 ആയും s = -2 - 3 ആയും കിട്ടും. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് സീറോസ് ഒന്നും തന്നെ ഇല്ല. സോ z = 0. ടോട്ടൽ നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് മാക്സിമം ഓഫ് p, z 3 തന്നെയാണ്. അസിംപ്റ്റോട്സ് 3 ആണ്. 3 ആയതുകൊണ്ട് ആംഗിൾസ് എന്തൊക്കെയായിരിക്കും, 60, 180, 300 തന്നെ ആയിരിക്കും. സെൻട്രോയിഡ് കണ്ടുപിടിക്കുക, സെയിം പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, സമ്മേഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് പോൾസ് ആണ്. അപ്പോൾ അതായത് ഇവിടുത്തെ റിയൽ പാർട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതിന് കേസിൽ ഇമാജിനറി കൺസിഡർ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സെൻട്രോയിഡ് കിട്ടുള്ളൂ. സോ -1.3 കിട്ടി. സോ -1.3ൽ നിന്ന് അസിംപ്റ്റോട്സ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, 60 ഡിഗ്രി ആംഗിളിലും 180 ഡിഗ്രി ആംഗിളിലും 300 ഡിഗ്രി ആംഗിളിലും വരയ്ക്കാം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ തന്നെ. ഇനി എന്ത് ചെയ്യണം, ബ്രേക്ക് വേ പോയിന്റ് കണ്ടുപിടിക്കണം. ബ്രേക്ക് വേ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 1 + g(s) × h(s) = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെയിം പ്രൊസീജിയറിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. k എന്താണെന്ന് കണ്ടുപിടിക്കുക. dk/ds = 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, എസിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാണാം. അങ്ങനെ എസിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാണുമ്പം നമുക്ക് കിട്ടുന്നത് റിയലും ഇമാജിനറിയും കൂടെയുള്ള ടേംസ് ആണ്. ഈ ടേം നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, രണ്ടും ഇൻവാലിഡ് ആണ് ഈ പ്രോബ്ലത്തിൽ കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും, നമുക്ക് നമ്മുടെ പോൾസും സീറോസും ഈ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ s = 0, ബാക്കിയുള്ള രണ്ട് പോയിന്റ്സും എന്താണ്,
റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുള്ള ഇവിടെ ഉള്ളത് അല്ലെ. ഇനി ഈ ഇവിടുന്ന് നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ സീറോയിൽ നിന്ന് ഈ ഒരു പാർട്ട് നമുക്കാകെ ഒരു പോള് മാത്രമേ നമ്മുടെ റിയൽ ആക്സിസിലുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു പാർട്ടിന്റെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് 1 ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഇൻഫിനിറ്റി വരെ വരുന്ന പാർട്ട് എന്താണ്? റൂട്ട് ലോക്കസിന്റെ പാർട്ടാണ് അല്ലെ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്ന കാര്യം എന്താണ്? എസ് ഇസ് ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു -2 + 3i, എസ് ഇസ് ഈക്വൽ ടു -2 -3i. 3 പോൾസ് ഉണ്ട്. 3 പോൾസ് എന്ത് ചെയ്യും? 3 പോൾസും റൂട്ട് ലോക്കസ് എന്ന് വെച്ചാൽ 3 പോൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടെ എൻഡ് ചെയ്യണം? സീറോസിൽ എൻഡ് ചെയ്യണം. സീറോ ഇല്ലാത്തത് കാരണം ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യണം. ഇവിടെ 0 എന്ന് പറയുന്ന പോള് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യും. അതാണ് ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ബാക്കി 2 പോൾസും എവിടെ നിന്നാണ്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ട് അല്ലെ. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു പൊസിഷനിലായിരിക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല എവിടെ നിന്നും. നമ്മളുടെ ഈ റൂട്ട് ലോക്കസിന്റെ ഈ പാർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്? ഈ ബ്രേക്ക് വേ പോയിന്റ്സ് ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞ് കിട്ടിയത്. ഓക്കെ, പക്ഷെ നമ്മൾ ആ സ്റ്റെപ്സ് ചെയ്യണം. ഇനി ഇന്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സെയിം പ്രൊസീജിയർ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക, റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യുക. മാർജിനലി സ്റ്റേബിൾ സിസ്റ്റത്തിന് 552 - k/4 = 0 കിട്ടും. സോ കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഓർഡർ സിസ്റ്റം എഴുതുക. സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. 4s² + k = 0. കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. ± j 3.6 എന്ന് കിട്ടും. അപ്പോൾ ± j 3.6 നമ്മളുടെ ഈ അസിംപ്റ്റോട്സിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നത്? റൂട്ട് ലോക്കസ് പോകുന്നത്. ഈ 2 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റ് എന്തായിരുന്നു? -2 + 3i -2 -3i ആണ്. -2 + 3i -2 + 3i -2 3i ആണ് നമ്മളുടെ പോൾസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡയറക്ഷനിൽ ഡിപ്പാർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ആംഗിളിൽ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ നിന്ന് തിരിച്ച് ഈ ഒരു ഡയറക്ഷനിൽ j ± j 3.6 പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യും, ഏത് ആംഗിൾ അത് ഡിപ്പാർട്ട് ചെയ്യണം, അത് തീരുമാനിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കണം. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കാണാൻ വേണ്ടി ഒരു ഡയഗ്രാം കൂടെ വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. നമ്മളുടെ എല്ലാ പോൾസും സീറോസും മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഏത് പോയിന്റിൻ്റെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഫസ്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടുപിടിക്കണം. നമുക്കിവിടെ കാണാം, നമുക്ക് ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത പോൾ എഴുതിയിരിക്കുന്നത് അതല്ലേ. -2 + 3i -2 -3i ആണ്. അപ്പോൾ ആദ്യം ഈ ഒരു എ എന്ന് പറയുന്ന ഒരു പോളിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്തതിൻ്റെ എന്തായിരിക്കും? മൈനസ് വാല്യൂ ആയിരിക്കും. അതായത് ഇത് ഒരു 100 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് -100 ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എ എന്ന് പറയുന്ന പോളിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കാണാം. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. 5d ഡിപ്പാർച്ചർ, ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ = 180 ഡിഗ്രി - 5 ആണ്. 180 ഡിഗ്രി ഓക്കെയാണ്. ഫൈ എന്താണ്? ഫൈ = സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ് സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ സീറോസ്. ഇത് പഠിക്കണം. സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ് സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ സീറോസ്. ഇവിടെ നമുക്ക് സീറോസ് ഇല്ല, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വറി ചെയ്യേണ്ട. സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ്. അപ്പോൾ ഈ ഒരു പോളിനെ കൺട്രോൾ ചെയ്യുന്ന ബാക്കിയുള്ള പോൾസ് എല്ലാം ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള പോൾസ് എന്താണ്? 0 എന്ന് പറയുന്ന ഒരു പോളായിരുന്നു. അതേപോലെ -2 -3i ഒരു പോളായിരുന്നു. ഇതിൽ രണ്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ രണ്ടിൽ നിന്നും എയിലേക്ക് ഓരോ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇതിനെ കൺട്രോൾഡ് ബൈ ആംഗിൾഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഒരു ലൈൻ, നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചില്ലേ, ആ ലൈനിലേക്കുള്ള ആംഗിളാണ് നമ്മളുടെ ആദ്യത്തെ തീറ്റ എന്ന് പറയുന്നത്. θ1 എന്ന് പറഞ്ഞെടുക്കുന്നത്. ഇനി അടുത്ത പോൾ ഏതായിരുന്നു? -2 -3 ആണ്. ഈ ഒരു ലൈനിൽ നിന്ന് അതായത് നമ്മൾ എങ്ങോട്ടേക്ക് വരച്ച എയിലേക്ക് വരച്ച് ആ ലൈനിലേക്കുള്ള ആംഗിളാണ് എന്ത്? അടുത്ത θ2 എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ θ1 + θ2 ആണ് എന്ത്? സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ്. ഇനി നമുക്ക് ഈ ഓരോ ആംഗിൾ എങ്ങനെ കിട്ടും? θ2 നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ θ2 = 90 ഡിഗ്രി നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി θ1 കണ്ടുപിടിക്കണം. θ1 കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ആംഗിൾ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലെ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം?
ഇത് 3 ആണ്, ഈ വാല്യൂ നമുക്ക് 2 ആണെന്ന് അറിയാം. അതായത് -2 + 3a അല്ലേ. അപ്പം y ആക്സിസ് എത്രയാണ്? 3 ആണ്. ഈ ആക്സിസ് എത്രയാണ്? 2 ആണ് അല്ലെ. റിയൽ വാല്യൂ 2 ഇമാജിനറി വാല്യൂ 3 ആണ്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എന്ത് ചെയ്താൽ മതി? tan ഇൻവേഴ്സ് 3/2 ചെയ്താൽ മതി. tan ഇൻവേഴ്സ് 3/2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ θ1 എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് tan ഇൻവേഴ്സ് 3/2. So θ1 is equal to 123.7 കിട്ടി. θ2 is equal to 90 degree. ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോഴാണ് സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ് എന്ന് കിട്ടുന്നത്. ഇനി 180യിൽ നിന്ന് എന്ത് ചെയ്യണം? സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കിട്ടും. ദാറ്റ് ഈസ് -33.7 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് -33.7 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? J3.6 എന്ത് ചെയ്യണം? ഇൻഫിനിറ്റിയിലേക്ക് റൂട്ട് ലോക്കസ് പോകണം. ഏത് വഴി? അസിംപ്റ്റോട്സിന്റെ ഡയറക്ഷനിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകണം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. G of S is equal to K into S plus 2 into S plus 3 divided by S into S plus 1. അപ്പോൾ ഇവിടെ രണ്ട് പോൾസും രണ്ട് സീറോസും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം. രണ്ട് പോൾസും രണ്ട് സീറോസും ഉള്ളത് കൊണ്ട് റൂട്ട് ലോക്കസ് എന്തായിരിക്കും? മാക്സിമം വാല്യൂ 2 ആയിരിക്കും. ഈ റൂട്ട് ലോക്കസിൽ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും? സീറോസിൽ എൻഡ് ചെയ്യും. രണ്ട് പോൾസും രണ്ട് സീറോസും ഉണ്ട്. റൂട്ട് ലോക്കസ് എങ്ങനെയാണ്? എല്ലാ റൂട്ട് ലോക്കസും പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സീറോസിൽ എൻഡ് ചെയ്യും. സീറോസ് ഇല്ല എങ്കിലാണ് അത് ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യുക. ഇവിടെ രണ്ട് പോളും രണ്ട് സീറോയും ഉള്ളത് കൊണ്ട് രണ്ടും എന്ത് ചെയ്യും? പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സീറോയിൽ എൻഡ് ചെയ്യും. അപ്പം പോൾസും സീറോസും ഒക്കെ ചെയ്യുക. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അസിംപ്റ്റോട്സ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? n is equal to number of asymptotes, capital N is equal to p minus z ആണ്. അത് 0 ആണ്. n 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 ഉണ്ടാവില്ല. ഏതൊക്കെയായിരുന്നു? സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്സും ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സും ഉണ്ടാവില്ല. കാരണം ഡിവൈഡഡ് ബൈ n ആണ് ഇക്വേഷൻ ഉള്ളത്. ആ രണ്ട് സ്റ്റെപ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബ്രേക്ക് അവേ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ബ്രേക്ക് അവേ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കാണും? 1 + ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി കെയുടെ വാല്യൂസ് കണ്ടുപിടിച്ചു. dk/ds is equal to 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എസിൻ്റെ വാല്യൂസ് കിട്ടും. അത് രണ്ടും വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇന്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. കാരണം ഇമാജിനറി ആക്സിസ് വഴി അത് ഇൻഫിനിറ്റിയിലോട്ടൊന്നും പോകുന്നില്ല അല്ലേ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എങ്ങനെയൊക്കെയാണ്? നമ്മുടെ പോൾസും സീറോസും ഒക്കെ മാർക്ക് ചെയ്തു. ബ്രേക്ക് അവേ പോയിന്റ്സ് ആയിട്ട് നമുക്കിവിടെ രണ്ട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. -2.36ഉം -0.63ഉം. അപ്പോൾ പോൾസ് ഏതൊക്കെയായിരുന്നു? 0യും -1ഉം. സീറോസ് -2 -3. 0 -1 -2 -3. ഇവിടെ കണ്ടോ? പോൾസ് മാർക്ക് ചെയ്ത് ചെറിയ ക്രോസ് ഇട്ടിട്ടാണ്, സീറോസ് മാർക്ക് ചെയ്ത് ചെറിയ സീറോസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 0യിൽ നിന്നും -1ൽ നിന്നും ബ്രേക്ക് ചെയ്യുന്നത് എങ്ങോട്ടേക്ക് പോകും? അടുത്ത സീറോസിലേക്ക് പോകണം. അപ്പോൾ സീറോസിലേക്ക് പോകാൻ നമുക്ക് ഈ രണ്ട് പോൾസ് ഉണ്ട്. രണ്ട് പോൾസും എന്ത് ചെയ്യും? റൂട്ട് ലോക്കസ് ഈ രണ്ട് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കാണാം ഇവിടെ സീറോസിൽ എൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കെച്ച് ദ റൂട്ട് ലോക്കസ് ഫോർ ദ യൂണിറ്റി ഫീഡ്ബാക്ക് system whose open loop transfer function is g of s into h of s is equal to k divided by s into s plus 4 into s square plus 4s plus 20 എന്നുള്ളത്. ഇവിടെ നമുക്ക് എത്ര പോൾസ് ഉണ്ട്? 4 പോൾസ് ഉണ്ട്. 0 -4 -2 + 4i -2 -4i. സീറോസ് ഉണ്ടോ? ഇല്ല. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. എന്തുകൊണ്ടാണ്? 4 പോൾസ്. മാക്സിമം ഓഫ് p, z. അപ്പോൾ ക്യാപിറ്റൽ N is equal to 4 ആയതുകൊണ്ട് ക്യൂയുടെ വാല്യൂസും എന്ത് ചെയ്യും? 0 to n-1 3 വരെ വേരി ചെയ്യും. അപ്പോൾ 4 ആംഗിൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 4 ആണെങ്കിൽ എപ്പോഴും നമ്മുടെ ആംഗിൾസ് എന്തൊക്കെയായിരിക്കും? 45 ഡിഗ്രി, 135 ഡിഗ്രി, 225 ഡിഗ്രി, 315 ഡിഗ്രി എന്ന് കിട്ടും. ഇനി സെൻട്രോയിഡ് ഓഫ് അസിംപ്റ്റോട്സ് കണ്ടുപിടിക്കണം. അത് -2 എന്ന് കിട്ടും. അപ്പോൾ സെൻട്രോയിഡും ആംഗിളും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസിംപ്റ്റോട്സ് വരയ്ക്കാം. അസിംപ്റ്റോട്സ് എങ്ങനെ വരയ്ക്കും? അസിംപ്റ്റോട്സ് എന്ന് പറയുന്നത് -2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. -2ൽ നിന്ന് ഏതൊക്കെ ആംഗിളിലാണ്? 45 ഡിഗ്രി. ഏതൊക്കെ ആംഗിളായിരുന്നു? 45 ഡിഗ്രി, 135 ഡിഗ്രി, 225 ഡിഗ്രി, 315 ഡിഗ്രി. ആ ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അസിംപ്റ്റോട്സ് വരയ്ക്കുന്നു. ഇവിടെ ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് അസിംപ്റ്റോട്സ് വരച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കാം. -2ൽ നിന്നാണ് അത് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് പോൾസും സീറോസും മാർക്ക് ചെയ്യണം. പോൾസും സീറോസും ഇവിടെ പോൾസ് എന്തൊക്കെയായിരുന്നു? 0 -4.
ദെൻ -2 + 4i -2 -4i. 0ലും -4ലും ഓരോ പോൾ മാർക്ക് ചെയ്യുന്നു. 0 -4ൽ പോൾ മാർക്ക് ചെയ്യുന്നു. -2 + 4iയും -2 -4iലും ഓരോ പോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ബ്രേക്ക് അവേ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ബ്രേക്ക് അവേ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അഗെയിൻ സെയിം പ്രൊസീജിയർ. 1 + g of s × h of s = 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് k എന്താണെന്ന് കണ്ടുപിടിക്കുക. dk/ds = 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഒരു വാലിഡ് ബ്രേക്ക് അവേ പോയിന്റ് ആയിരിക്കും കിട്ടുക, ദാറ്റ് ഈസ് -2. അപ്പോൾ -2 തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നതും സെൻട്രോയിഡും കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പോളിൽ നിന്നും 0 എന്ന് പറയുന്ന പോളിൽ നിന്നും -4 എന്ന് പറയുന്ന പോളിൽ നിന്നും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. -2ൽ വെച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം എന്ത് ചെയ്യണം? ഇന്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയതിന് ശേഷം റൗത്ത് അറേ ക്രിയേറ്റ് ചെയ്യണം. s⁴, s³ s², s⁻⁴, s⁻0. ദെൻ s⁴ കോഎഫിഷ്യന്റ് ഇവിടെ എഴുതുന്നു. s³ കോഎഫിഷ്യന്റ് ഇവിടെ എഴുതുന്നു. ദെൻ s² ഇവിടെ എഴുതും. ദെൻ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എഴുതും. കെ ഇവിടെ എഴുതും. അതിനുശേഷം 8 × 36 - 1 × 80 / 8 which is equal to 26. അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഓക്സിലറി ദെൻ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളം ഓഫ് ദ റൂട്ട് അറേ 0 ആവണം. സോ this value will become 0. Then find the value of k കണ്ടുപിടിക്കുന്നു. ദെൻ ഓക്സിലറി ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സോ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് 26s² + k = 0. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസിൻ്റെ വാല്യൂസ് ± j 3.16 എന്ന് കിട്ടുന്നു. എസിൻ്റെ വാല്യൂസ് j 3.16 മാർക്ക് ചെയ്യുന്നു. ഇതാണ് എന്ത്? j 3.16 എന്ന് പറയുന്നത്. 3.16 കിട്ടുന്നത് ഈ പാസ് ചെയ്ത് പോകുന്ന ഈ പെർട്ടിക്കുലർ പോയിന്റാണ്. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇമാജിനറി ആക്സിസ്, റിയൽ ആൻഡ് ഇമാജിനറി ഉള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് പോൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. -2 + 4iയും -2 -4iയും എന്ത് ചെയ്യണം? നമുക്ക് ഈ ഇമാജിനറി ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കണം അല്ലെ? കോംപ്ലക്സ് പോൾസ് ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എങ്ങനെ കാണുക? 180 ഡിഗ്രി -5 ആണ്. 180 ഡിഗ്രി -5 ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? 180 ഡിഗ്രി -5 ചെയ്യാൻ വേണ്ടിയിട്ട് 5 കണ്ടുപിടിക്കണം. 5 കണ്ടുപിടിക്കുമ്പോൾ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ് മൈനസ് സമ്മേഷൻ ഓഫ് ആംഗിൾ കൺട്രോൾഡ് ബൈ സീറോസ് ഇല്ല. സോ ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ് മാത്രമേ ഉള്ളൂ. സോ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലും എ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കണം. അപ്പം ഇതിൻ്റെ കേസിൽ എ കൺസിഡർ ചെയ്യുക. എ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഫിഗർ വരയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പോൾസിൽ നിന്നും ഓരോ ലൈൻ വരയ്ക്കുക. ബാക്കിയുള്ള പോൾസ് ഏതൊക്കെയായിരുന്നു? 0, -2 -4ൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. -4ൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിൽ നിന്ന് ഈ വരച്ച ലൈനിലേക്കുള്ള ആംഗിളാണ് എന്ത്? നമ്മളുടെ ആംഗിൾ കൺട്രോൾഡ് ബൈ പോൾസ്. കൺട്രോൾഡ് ബൈ പോൾസ് 5 ഇവിടെയുള്ള 5 ഈ 5 3 ആംഗിൾസ് ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നിന്ന് ഈ ലൈനിലേക്ക് വേണം നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് കാണാം. എന്താണ് ഇതിൻ്റെ വാല്യൂ? 5 വാല്യൂ എന്താണ്? 90 ഡിഗ്രിയാണ്. 5 നമുക്ക് കിട്ടും. എന്താണ്? tan ഇൻവേഴ്സ് 4/2. അതായത് ഈ പോയിന്റ് എന്താണ്? -2 + 4 ആണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്താണ്? 2 ആണ്. ഈ ഇമാജിനറി ഈ വാല്യൂ എന്താണ്? 4 ആണ്. tan ഇൻവേഴ്സ് 4/2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5/2 കിട്ടും. ഇനി 5/1 കിട്ടാൻ എന്ത് ചെയ്യണം? ഈ വാല്യൂ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ വാല്യൂ എങ്ങനെ കിട്ടും? tan ഇൻവേഴ്സ് 4/2 ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. അതിൽ നിന്ന് 5/1 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 180 മൈനസ് tan ഇൻവേഴ്സ് 4/2 ചെയ്യണം. ഇനി ഈ കിട്ടിയ 3 ആംഗിൾ 5/1, 5/2, 5/3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 270. അതെന്ത് ചെയ്യണം? 180ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? -90 ഡിഗ്രി എന്നാണ്. സോ -90 ഡിഗ്രിയിലായിരിക്കും എന്ത് ചെയ്യുക? ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ചെയ്യുന്നത്. അതായത് ഈ ആംഗിൾ -2 + 4i എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിപ്പാർട്ട് ചെയ്യുന്നത് -90 എന്ന് പറയുന്ന ആംഗിളാണ്. -90ൽ നിന്ന് അത് ഡിപ്പാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്തിരുന്നു? s ബ്രേക്ക് അവേ പോയിന്റ്സ് കണ്ടുപിടിച്ച സമയത്ത് s -2 അതോടൊപ്പം s -2 ± 2.4iയും കിട്ടിയിരുന്നു.
അപ്പോൾ ഇത് എഗെയിൻ എന്ത് ചെയ്യണം, നമുക്ക് ഈ അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ അത് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഈ ടേം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതിന് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് -2 + 2.4 ആയാലും -2 - 2.4 ആയാലും ബ്രേക്ക് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആംഗിൾ അറ്റ് എ എന്താ കിട്ടിയത്, -90 കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ അറ്റ് എ സ്റ്റാർ എന്തായിരിക്കും, +90 ആയിരിക്കും. അപ്പോൾ അത് അതായത് റിയൽ ആക്സിസിന് സിമെട്രിക് ആണ്. ഇത് +90 ആണെങ്കിൽ ഇത് -90 ആയിരിക്കും. അപ്പോൾ -90യിലും ഇത് -90യിലും ഇവിടുന്ന് +90യിലും എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോകേണ്ട ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് അത് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, -2 ± 2.4 ഐയിൽ നിന്ന് അത് എഗെയിൻ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അതേപോലെ തന്നെ 0യും -2ഉം എവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, -2ൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്യും. അതേപോലെ തന്നെ -2 + 2.4 ഐയിലും -2 - 2.4 ഐയിലും അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യും. ഇൻഫിനിറ്റിയിലേക്ക് എന്ത് ചെയ്യും, റൂട്ട് ലോക്കസ് പോകും. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി ചെയ്തു പഠിക്കണം. ഇത് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എ എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയായിരുന്നു മൂവ് ചെയ്തത്, -33.7 ഡിഗ്രിയിൽ ഡിപ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് സിമെട്രിക് ആയിട്ടായിരിക്കും എ സ്റ്റാർ വരുന്നത്. ഇത് -33.7 ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും, +33.7 ഡിഗ്രിയിൽ മൂവ് ചെയ്ത് എന്ത് ചെയ്യും, അസിംപ്റ്റോട്സിൻ്റെ ഡയറക്ഷനിൽ ഇന്റർസെക്ഷൻ ഓൺ ഇമാജിനറി ആക്സിസ് J 3.6 വഴി അത് പാസ് ചെയ്തു പോകും. ഓക്കെ, താങ്ക് യു.